ഓക്കെ, നല്ല മഴ എല്ലായിടത്തും ഉണ്ട് അല്ലെ? എല്ലായിടത്തും നല്ല മഴയുണ്ട്. നെറ്റ് ഇഷ്യൂസ്, ഒരുപാട് നെറ്റ് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആരെയും നമുക്കൊന്നും പറയാൻ പറ്റില്ലേ, പറയാൻ പറ്റില്ല അല്ലെ? വി കാൻറ്റ് ബ്ലെയിം എനിവൺ അല്ലെ അബൌട്ട് ദാറ്റ് ടെക്നിക്കൽ ഇഷ്യൂസ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഓക്കെ, കയറാൻ പറ്റുന്നവരൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പറ്റാവുന്നത്തോളം ജോയിൻ ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? All are ready to join this class? Are you ready? Then we are starting. In the former class, we had discussed some things about our daily life അല്ലെ? ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. ഞാൻ പോകുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് അഡ്ജക്റ്റീവ്സ് ആണ് എടുത്തിരുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവ്സ് അവിടെ കഴിയട്ടെ. ഇനി അവിടെ അത് അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. അഡ്ജക്റ്റീവ്സ്, വാട്ട് ഇസ് ആൻ അഡ്ജക്റ്റീവ്? ഇസ് ആൻ മോഡിഫൈ ഓർ ഐഡന്റിഫൈ, ഡിഫൈൻ എ സെന്റൻസ് അല്ലെ? ഒരു സെന്റൻസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആരുടെ കടമ? അഡ്ജക്റ്റീവ്സിന്റെ കടമ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു അല്ലെ, നീലാകാശത്തിൽ പറക്കുന്ന പക്ഷികൾ എന്ന് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? ദിൽന, നീലാകാശത്തിൽ പറക്കുന്ന പക്ഷികൾ അല്ലെ? എങ്ങനെ പറയാ നമ്മള്? നീലാകാശം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏത് വേർഡാ കിട്ടുന്നത്? We will get in a word, blue sky അല്ലെ? ഇല്ലേ? That word is blue sky അല്ലെ? Who is flying the bird? Birds are flying there അല്ലെ? അപ്പോ എങ്ങനെ സെന്റൻസ്, how will we make an sentence? നീലാകാശത്തിൽ പക്ഷികൾ പറക്കുന്നു എന്ന് എങ്ങനെ മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും? നീലാകാശത്തിൽ പക്ഷികൾ പറക്കുന്നു. ഒരാൾ സംസാരിക്കൂ. ആൽവിൻ തോമസ്. ആൽവിൻ തോമസ്, can you make that sentence? നീലാകാശത്തിൽ പക്ഷികൾ പറക്കുന്നു. പറഞ്ഞോളൂ, തെറ്റിയാലും കുഴപ്പമില്ല അല്ലേ? The birds are flying. എവിടെയാ ഫ്ലൈങ് ചെയ്യുന്നത്? എന്താ? ബ്ലൂ സ്കൈ. ബ്ലൂ സ്കൈയില് ഫ്ലൈ ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങള് അഡ്ജക്റ്റീവ്സ് അത്രയും നിങ്ങൾ നോക്കാം. ഇനി നമ്മൾക്ക് പഠിക്കാൻ പോകുന്നത് ഹൗ ടു മേക്ക് എ സെന്റൻസ് അല്ലെ? ഒരു സെന്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാമെന്നുള്ളത്. അതായത് നമുക്ക് സംസാരിക്കണ്ടേ, ആളുകളോട് നമുക്ക് പറയണം അല്ലെ? ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇന്റർവ്യൂസിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അല്ലെ? അപ്പോ അതിനായിട്ട് സ്ലൈഡ് കാണുന്നില്ല എങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. Did you see the slide? Yes ma'am. ഇപ്പൊ നമുക്ക് എല്ലാ ടെൻസസും പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല. ഇന്ന ടെൻസ് എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് ഇപ്പൊ പറ്റുമോ? ഇല്ല അല്ലെ? അതിന് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് അത്രയ്ക്കുള്ള ടൈം പീരീഡ്സ് ഒന്നും നമുക്ക് ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് വെർബ് എന്നൊരു യൂസസ് അല്ലെ? ആ വെർബില് നമുക്ക് വരുന്ന ഒരു വെർബ് എന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻ ആണെന്ന് നമുക്ക് അറിയാം അല്ലെ? വെർബ് ഈസ് ആൻ ആക്ഷൻ അല്ലെ? ഒരു ആക്ഷൻ ആണെന്ന് നമുക്കറിയാം അല്ലെ? ആ ആക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആക്ഷൻസ് ആണ്? ആക്ഷൻ എന്ന് പറയുമ്പോൾ സുജിത്തെ എങ്ങനെയുള്ള ആക്ഷൻസ് ആണത്?
ആക്ഷൻ, വാട്ട് ഇസ് ആൻ ആക്ഷൻ? അല്ലെ, ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു, ഇതെല്ലാം തന്നെ ആക്ഷൻസ് അല്ലേ ജോഫിൻ? അല്ലേ? അതെ അല്ലെ, അതെല്ലാം ആക്ഷൻസ് ആണ്. അത് വെർബ് എന്ന് പറയുന്ന ആക്ഷൻ മാത്രമല്ല കേട്ടോ, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് കൂടാണ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് അല്ലെ, നമ്മൾ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് എന്താണ് ആ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ചിലപ്പോ നമ്മൾ ഹാപ്പി ആയിരിക്കുള്ളൂ അല്ലെ, ചിലപ്പോ നമ്മൾ എന്താണ് നമ്മള് ചിലപ്പോ ലേറ്റ് ആവുക അല്ലെ, കുറച്ച് വൈകി പോവുക, അതൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. നമ്മൾ എന്താണ് ഇപ്പോൾ എന്താണോ അതാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത്. അപ്പോ വെർബ് ആക്ഷൻ ആണ്, രണ്ടും സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഈ വെർബിൽ തന്നെ വരുന്ന ഒന്നാണ് പ്രൈമറിയും മൊഡാൽസ് എന്ന് പറയുന്നത്. പ്രൈമറി ആൻഡ് മൊഡാൽസ്. ഈ പ്രൈമറിയിൽ വരുന്നതാണ് ബി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? ബി എന്ന് പറയുന്നത് പ്രൈമറി ആണ്. ബി എന്ന് പറയുന്നത് ആകുക, ആയിരിക്കുക എന്നതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ബിയുടെ പല ഫോംസ് ഉണ്ട്. ആം, ഈസ്, ആർ എന്ന് പറയുന്നത് പ്രസന്റിലും, വാസ്, വെയർ എന്ന് പറയുന്നത് ഏതില് പാസ്റ്റിലുമാണ്. ബീൻ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ ഫോം ആണ്. അങ്ങനെ ഓർത്ത് വെക്കാം. ആം, ഈസ്, ആർ എന്ന് പറയുന്നത് V1 ഫോം ആണ്. വാസ്, വെയർ എന്ന് പറയുന്നത് V2 ഫോം ആണ്. ബീൻ എന്ന് പറയുന്നത് V3 ഫോം ആണ്. അത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചാൽ മതി. ആയിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബി ഉപയോഗിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ. എന്തിനു വേണ്ടിയാണ് ബി ഉപയോഗിക്കുന്നത്? കാർത്തിക എന്ത് മീനിങ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ബി എന്ന വെർബ് ഉപയോഗിക്കുന്നത്? കാർത്തിക എന്ത് മീനിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബി ഉപയോഗിക്കുന്നത്? അവർ എന്നാണോ? അതാണോ ആകുക അല്ലെങ്കിൽ ആയിരിക്കുക അല്ലെ? അങ്ങനെ പറയണേ അല്ലെ. ഐ വിൽ ബിക്കം എ ഡോക്ടർ അല്ലെ. ഞാൻ എന്താകാനാണ് ആഗ്രഹിക്കുന്നത്? എന്തായിരിക്കാനാണ് ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു അല്ലെ, ആയിത്തീരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഐ വിൽ ബിക്കം എ ഡോക്ടർ അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് പറയാം ഞാനൊരു എന്താണ് ഹോസ്പിറ്റൽ മാനേജർ ആകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് എങ്ങനെ പറയപ്പോ? I would like to അല്ലെ, ഞാൻ എന്താണ് ഇഷ്ടപ്പെടുന്നു അല്ലെ എന്ന് I would like to be become അല്ലെ. become an HR എന്താണ് HR ആകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയാം അല്ലെ. ഫ്രണ്ട് ഓഫീസ് മാനേജർ, ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമുക്കത് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറയാം കേട്ടോ യൂസസ് ഓഫ്. പോകുന്നു എന്ന് പറയുമ്പോൾ പ്രസന്റില് പോകുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഗോ. അതായത് ദിസ് മൊമെന്റ്, ദാറ്റ് ഹാപ്പനിങ് ഇൻ ദിസ് മൊമെന്റ് അല്ലെ, ഈ മൊമെന്റിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് എന്ന് പോകുന്നു, എഴുതുന്നു. നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കാണ്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ലെ, നിങ്ങൾ പഠിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും ജയലക്ഷ്മി? നടക്കുന്നതാണ് അല്ലെ. അതിന്റെ കൂടെ നമ്മൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെ. എന്താ ചേർക്കേണ്ട ആവശ്യമുള്ളൂ? ഞാൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത് ജയ? I am studying. ഐ സ്റ്റഡിയും വേണ്ട മോനെ. ഐ സ്റ്റഡി എന്താണ്? ഐ സ്റ്റഡി എന്താണ്? I study. ഞാൻ പഠിക്കുന്നു അല്ലെ. ഓക്കെ ആണോ എല്ലാവരും? അപർണ, CP ഓക്കെ ആണോ? ഓക്കെയാണ് മാം. ഐ സ്റ്റഡി അല്ലെ, ഞാൻ പഠിക്കുന്നു. ഇനി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തെന്ന് ഉപയോഗിച്ചു? നമ്മള് ഏത് വെർബ് ഉപയോഗിച്ചു? ഗോ എന്ന വെർബ് നമ്മള് ഉപയോഗിച്ചു അല്ലെ. ഇനി ഞാൻ പോകുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? പോകുന്നില്ല അല്ലെ. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല അല്ലെ. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്നാണെങ്കിൽ ഡു നോട്ട് ഗോ. എന്താണ്? ഡു നോട്ട് ഗോ. പോകുന്നില്ല എന്ന് ഉപയോഗിക്കാനായിട്ട് ഏത് വേർഡാ ഉപയോഗിക്കേണ്ടത്? ഡു നോട്ട് ഗോ കേട്ടോ. ഇതിപ്പോ നമ്മള് സെന്റൻസ് ഉണ്ടാക്കണം ഇത് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ
ഞാൻ പോകുകയാണ്, പോകുകയാണ്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പോകുകയാണ് എന്നാലോ അതിങ്ങനെ എന്താണ്, കഴിഞ്ഞിട്ടില്ല അല്ലെ, പോവുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോ എന്താണ്, അപ്പോഴാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്, ബിയുടെ ഫല ഫോംസ് ആയിട്ടുള്ള ഈസ് ഓർ ആം ഒക്കെ ചേർക്കാം. ഈസ്, ആർ, ആം പ്ലസ് ഗോയിങ് അല്ലെ, ഗോയിങ് എന്തൊക്കെ ചേർക്കണം, ഈസ്, ആറ്, ആം പ്ലസ് ഗോയിങ്. മനസ്സിലായോ? അപ്പോഴാണ് ഇപ്പൊ ഞാൻ പോകുകയാണെന്ന് പറയണെങ്കിൽ എന്ത് ചേർക്കേണ്ടി വരും ഫിദ? I am going. ഐ ആം ഗോയിങ് അല്ലെ, ഞാൻ പോകുകയാണ് എന്ന് ചേർക്കാം. ഇനി ഞാൻ എന്താണ്, ഞാൻ പോയിട്ടുണ്ട് എന്നെങ്ങനെയാണെങ്കിലോ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വെർബ് വെച്ചിട്ട് മറ്റൊരു വേർഡുകൾ നമ്മൾക്ക്, ഞാനിപ്പോൾ ഒരു എന്താണ്, ഞാൻ എഴുതുന്നു എന്നെങ്ങനെയായിരിക്കും അഭിന പി പറയുന്നത്? അഭിന, ഞാൻ എഴുതുന്നു. I am writing. അതപ്പോ ടെൻസ് മാറില്ലേ? ടെൻസിന് ഞാൻ എഴുതുന്നു ഓൾറെഡി ഇപ്പൊ സംഭവിക്കുന്നു, ഞാൻ എഴുതുന്നു എന്നുള്ളത്. അഭിരാമി എന്ന് പറഞ്ഞു കൊടുത്തേ. അഭിരാമി, അല്ലെ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തെന്ന് ചേർത്തു ഞാൻ? വെറുതെ അവിടെ വെർബ് മാത്രം, V1 മാത്രം ചേർത്താ മതി, വെർബ് മാത്രം ചേർത്താ മതി അല്ലെ. അപ്പൊ അങ്ങനെ എനിക്ക് അഭിന ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കി. അഭിന, അഭിന, Yes, ma'am. ഇനി ഒന്ന് ശ്രമിച്ചു നോക്കി അഭിന. എഴുതുന്നു എന്നല്ലേ മാം പറഞ്ഞത്? എഴുതുന്നു. I write. ഐ റൈറ്റ്. Write. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു. അപ്പൊ അവൾ എഴുതുന്നു എന്നാണെങ്കിൽ ആകാശം എങ്ങനെയായിരിക്കും? ആകാശ്, അവൾ എഴുതുന്നു. She write. പറയാട്ടോ ലിജു മോളെ. ആകാശ്, വണ്ടി ഓടിക്കാണോ? ആകാശ്, ആകാശ് കേൾക്കുന്നില്ലല്ലോ. അക്ഷയ ജോസ്, അക്ഷയ, She write. ഇപ്പോ നിങ്ങള് ഷീ റൈറ്റ് എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പോ ഷീ എന്ന് പറയുന്നത് എന്താണ്? ഒരാളല്ലേ ഉള്ളൂ, സിംഗുലർ ആണ് അല്ലെ. സിംഗുലർ ആവുമ്പോൾ വെർബിന്റെ കൂടെ എന്ത് ചേർക്കണം? എസ് ഓർ ഇ എസ് ചേർക്കണം അല്ലെ. എസ് ഓർ ഇ എസ് ചേർക്കണം. അങ്ങനെ എസ് ഓർ ഇ എസ് വെർബിന്റെ കൂടെ ചേർക്കുമ്പോൾ മിക്കവാറും എന്ത് വരുള്ളൂ? ഈ ഓയിൽ അവസാനിക്കുന്നതാണെങ്കിൽ ഇ എസ് വരും, വൈയിൽ അവസാനിക്കുന്നതാണെങ്കിലും ഇ എസ് ആയിരിക്കുള്ളൂ വരുന്നത്. ബാക്കി എല്ലാത്തിനും കൂടെ ആര് വരുള്ളൂ? ആരാ വരാ? എസ് വരും. അപ്പൊ ഇത് മനസ്സിൽ വെച്ചോളൂ. ഓ ആണെങ്കിൽ ഇ എസ് ആയിട്ട് മാറും, മാംഗോസ് അല്ലെ. വൈ ആണെങ്കിൽ സ്റ്റഡീസ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അത് അങ്ങനെ ആയിട്ട് മാറും. അപ്പൊ ഷീ വരുമ്പോ ഷീ എന്ത് വരും? ഒരാളുള്ള സിംഗുലർ ആണ് അല്ലെ. ഷീ എന്ത് വരും? Writes. ഷീ റൈറ്റ്സ് കേട്ടോ. അവൾ എഴുതുന്നു, അവൻ എഴുതുന്നു അല്ലെ. ഒരാളാണെങ്കിൽ അയാളുടെ റൈറ്റ്സ് തന്നെ ഇരിക്കുള്ളൂ. പറഞ്ഞ സിംഗുലർ ആണെങ്കിൽ അത് മാത്രം നിങ്ങൾ ഓർത്തോ. സിംഗുലർ ആണെങ്കിൽ എസ് ഓർ ഇ എസ് ചേർക്കണം, അല്ലാത്തതാണെങ്കിൽ എസ് ഓർ ഇ എസ് വേണ്ട കേട്ടോ. ഇനി രണ്ടുപേരൊന്ന് ആർക്കെങ്കിലും വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. വീഡിയോ ഓൺ ചെയ്തിട്ട് രണ്ടുപേര്, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, ഏതെങ്കിലും ഒരു വെർബ് വെച്ചിട്ട്. ഇപ്പൊ എഴുതുന്നു, പോകുന്നു എന്നൊക്കെ അല്ലാതെ വേറെ ഏതെങ്കിലും വെർബ് വെച്ചിട്ട് ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 3 സെന്റൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ആരൊക്കെയാ റെഡി ആയിട്ട് വന്നത്? കോൺവെർസേഷൻ വേണം, എന്നാലാ നിങ്ങൾക്കിത്
ശരിയാവുള്ളൂ. അതുകൊണ്ടാ ചോദിക്കണേ. വേഗാവ്, ആരെങ്കിലും രണ്ടുപേര് വാ. അപർണ തയ്യാറാണോ? അപർണ വീഡിയോ ഓൺ ചെയ്യാൻ തയ്യാറാണോ? ഇല്ല, അപർണ തയ്യാറല്ല. ഇനി ആരാ തയ്യാറായിട്ട് പറഞ്ഞത്? ആ, ശ്രീജ റെഡിയായി കേട്ടോ, സന്തോഷായി ശ്രീജ. മോനച്ചെടുക്ക അപർണയുടെ. ജയലക്ഷ്മി റെഡിയാണോ? ജയലക്ഷ്മി ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ മേഡം, മഴ കാരണം. ഓ, ഓക്കെ. ഇനി അക്ഷയ ജോസ് റെഡിയാണോ? അക്ഷയ, ആരും റെഡിയാവുന്നില്ല. ശ്രീജ ഒരാളെ ഞാൻ ഓഡിയോയിൽ വിളിക്കാം കേട്ടോ. അപ്പൊ ഷിയാസ്, ഓ ഓൾറെഡി ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ് ബോത്ത് ഓഫ് യു. ഇനി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും വർക്ക് വെച്ചിട്ട് നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തന്നു അല്ലെ. എന്താണ്? പോകുന്നു, പോകുന്നില്ല, പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ മൂന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാള് മലയാളത്തിൽ അത് പറയുക, മറ്റേ ആളത് ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. തെറ്റിക്കോട്ടെ, തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് തിരുത്താം. ഞാൻ വായിക്കുന്നു എന്ന് പറയുമ്പോ ആരും ഓക്കെ. അപ്പൊ ഞാൻ വായിക്കുന്നില്ല. യെസ്. പിന്നെ എന്താ പറയാ, നെക്സ്റ്റ് ഞാൻ വായിക്കുന്നില്ല. നെക്സ്റ്റ് ഈ എന്നോട് ചോദിച്ചോക്കെ. ഞാൻ മാർക്കറ്റ് വലുതൊന്നും പറയല്ലേ. ഓക്കെ, ഞാൻ വാട്സപ്പ് നോക്കുകയാണ്. എങ്ങനെ പറയൂ? ഞാൻ വാട്സപ്പ് നോക്കുകയാണ്. എങ്ങനെ പറയും? അല്ലെ, ശ്രീജ ഒന്ന് ഷിയാസിനോട് ചോദിക്കുകയാണ്, ഞാൻ വാട്സപ്പ് നോക്കുകയാണ്. പറഞ്ഞോളൂ. ഇല്ല, ഉണ്ടാക്കാൻ പറ്റും, ശ്രമിച്ചു നോക്ക്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ എനിക്ക് സബ്ജക്റ്റ് ഉപയോഗിക്കാം നമ്മള്, അല്ലെ, ഐ എന്ന് ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ്, വീടെ പല ഫോംസും അല്ലെ, നോക്കുകയാണ്, ആണെന്ന് വരണം അല്ലെ. അപ്പൊ നമ്മൾ ഐയുടെ കൂടെ എന്ത് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറഞ്ഞേക്കണേ. എപ്പോഴും ഐ വന്നാൽ ആരെ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്, പല പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ് അല്ലെ. ആം എന്നതാണ് അല്ലെ. അപ്പൊ അത്രയും കിട്ടിയല്ലോ. ഇനി നോക്കുക എന്നുള്ളതിന് നമ്മൾക്ക് അറിയാം. അതന്നെ, അതന്നെ പറഞ്ഞോ. I am looking വാട്സ്ആപ്പ്. I am looking എന്നോ അല്ലെങ്കിൽ വാച്ചിങ്ങോ നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഞാൻ ടി വി കാണുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ പഠിക്കുകയാണ്, ഞാൻ എഴുതുകയാണ്, ഞാൻ നടക്കുകയാണ് അല്ലെ. ഒക്കെ പറഞ്ഞൂടെ നമുക്ക് ഇത് വെച്ചിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ വെച്ചിട്ടല്ലേ നമ്മുടെ മനസ്സിലുള്ള ആശയം എന്താണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം. ഇപ്പൊ നമുക്ക് ആ ടെക്നിക്ക് അറിയാം. എന്താണ്, ആയി വരുമ്പോൾ ആം ചേർക്കുക, ഷീയോ സിംഗുലർ വരുമ്പോൾ ഈസ് ചേർക്കുക, പ്ലൂരൽ വരുമ്പോൾ ആറ് ചേർക്കണമെന്നുള്ള ഒരു നിയമം പഠിച്ചു വെക്കുക. അതിനാണ് ഈ ഗ്രാമർ പഠിപ്പിക്കുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് സംസാര ഭാഷ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ സംസാര ഭാഷയിലോട്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല അല്ലെ. ഇന്നോ നാളെ ഇന്ന് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിന് വന്നിട്ട് ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ആം ഈസ് ആറ്, പിന്നെ
അതിന്റെ കൂടെ എന്ത് ഫോം ചേർക്കണോന്നുള്ളത് നമ്മൾ പഠിക്കണം. ING അല്ലെ, ആ വെർബിന്റെ കൂടെ ING. ഇത്രയും ഓർക്കുക. അപ്പൊ പഠിക്കുകയാണ് എന്ന് പറയുമ്പോ ഞാൻ ഇന്നത് ഉപയോഗിക്കണോന്നുള്ളത് മനസ്സിലുണ്ടാവാം. അപ്പൊ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്റർവ്യൂ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല് നമുക്കത് പറയാൻ പറ്റണോ നേരത്ത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഞാനിപ്പോ എന്താണ് ഫോൺ ചെയ്യുകയാണ്, എങ്ങനെ പറയും? ഞാനിപ്പോൾ ഫോൺ ചെയ്യുകയാണ്. നിങ്ങൾ ശ്രീജയും ഷിയാസും അവിടെ ഓഫ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, അടുത്ത ആൾക്കാരെ ഞാൻ വിളിച്ചോളാം. അത് എല്ലാവരും വരണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല ഈ കാര്യം. അവിടെ ഓരോരുത്തരായിട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ബാക്ക് സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലുവന്റ് ആകാം എന്ന് വിചാരിക്കരുത്. കാരണം എത്ര ക്ലാസ്സുകൾ കണ്ടാലും എത്ര ഇത് വന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കുന്നത്. ഫിദ റംഷാദ്, can you open your video? Okay, very good. Congratulations. Lijmal, can you? Yes, ma'am. Yes. പറഞ്ഞോ മാം. Lijmal, you open your video. കാണിച്ചു ആ സുന്ദരമായ മുഖമൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് കാണാനെങ്കിലും ഒരു അവസരം താ. കുട്ടികളുണ്ടോ ലിജിമോൾ? അവിടെ അടുത്ത കുട്ടികളൊന്നും ഇല്ലല്ലോ. വെരി ഗുഡ് അല്ലെ. ആ സുന്ദരമുഖം ഒന്ന് കാണിക്കാനാണ് ഇത്ര പാടുപെട്ടത്. ഇല്ല എന്ന് പറഞ്ഞിരുന്നത് അല്ലെ. വല്ലപ്പോഴൊക്കെ നമ്മൾ മുഖാമുഖമൊക്കെ ഒന്ന് കാണണ്ടേ. അങ്ങേ എവിടെയല്ലേ, എങ്ങോട്ടാ കിടക്കണ? വടക്കറ്റം തെക്കറ്റം വരെ കിടക്കുന്ന ആളുകളാണ് ഇതിനകത്തുള്ളത്. അവരൊക്കെ ഒന്ന് കാണട്ടെ അല്ലേ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടണ്ടേ. ഓക്കെ. ഇനി നിങ്ങൾ രണ്ടുപേർക്കും എന്താന്ന് വെച്ച് ചോദിക്കാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. ചോദിച്ചോളൂ. ഗോയിങ് ആണോ? മലയാളത്തിൽ ചോദിച്ചോളൂ. ഞാൻ സ്കൂളിൽ പോവുകയാണ്. I am going to school. ശരി അല്ലെ. നമ്മുടെ ഡെയിലി ലൈഫിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോളൂ കേട്ടോ. നമ്മളൊക്കെ പറഞ്ഞു പഠിത്തതാണ്. സ്കൂളിൽ പോവുകയാണ്, പഠിക്കുകയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു മടുത്ത്. ഇനി ഞങ്ങൾക്ക് കേൾക്കണ്ടതിനെ കുറിച്ച് അല്ലെ. വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ. ഞാൻ അമേരിക്കയിൽ പോയി എന്ന് നമ്മളിപ്പോ പഠിച്ചിട്ടില്ല കേട്ടോ. ആണോ? ഞാൻ ഇത്രയും ദിവസം ക്ലാസ്സിലില്ലായിരുന്നു. അമേരിക്കയിൽ പോകുന്നു എന്ന് പറഞ്ഞതാ. അപ്പൊ ശരി, അമേരിക്കയിൽ പോകുന്നു. ഞാൻ അമേരിക്കയിൽ പോകുന്നു. എന്താണ് ഫിദ ഒന്ന് പറഞ്ഞേ. I am going to ഞാൻ പോകുന്നു. ഇപ്പൊ പോകുന്നു. ജസ്റ്റ് മൊമെന്റ് ആയിട്ടുള്ളൂ. ജസ്റ്റ് മൊമെന്റ്. I am വേണ്ട മോളെ. ഗോയിങ് വേണ്ട. I go to അമേരിക്ക അല്ലെ. ഞാൻ അമേരിക്ക പോകണം അല്ലെ. ഇപ്പൊ പോയാണ് അങ്ങോട്ട്. ഞാൻ അമേരിക്കയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയും? അതെ, പോവുകയാണ് അല്ലെ. എന്നാ പോന്നിട്ട് കുറച്ചു നേരമായി. എന്നാ പിന്നെ എന്താണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലെ. പോന്നിട്ട് കുറച്ചു നേരം സംഭവിച്ചു കഴിഞ്ഞു അല്ലെ. നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടോ എന്ന് ചോദിക്കൂലേ? നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടോ? ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കണ്ടില്ലല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും പുറപ്പെട്ടോ അല്ലെ. വേഗാവട്ടെ. ഞാൻ അമേരിക്ക പോവുകയാണ്. I am goes to America. അപ്പോഴാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്? വെർബിന്റെ കൂടെ ചേർക്കണം. ING പിടിച്ചിരുന്നു അവിടെ കേട്ടോ. അപ്പൊ എന്ത് വരും? I am going to America. വെരി ഗുഡ്. I am going to America. അല്ലെ. ഞാൻ അമേരിക്കയിൽ പോകുന്നില്ല എന്നെങ്ങനെ പറയും? I didn't go ഇതിന്റെ അല്ല. I not എന്താണ്? I not go to America. I do not go to America. പഠിച്ചോ ഇപ്പൊ? Yes. ഒന്നും കൂടി കൊടുത്തു നോക്കി ലിജി. ലിജി അല്ല,
ഇതാ ഒന്ന് ലിജിമോൾക്ക് ഒരെണ്ണം പറഞ്ഞു കൊടുക്ക്, തിരുത്തി കൊടുക്കണം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. ഒരു വീഡിയോ കാണുകയാണ് എന്നുള്ള ഇതില് വീഡിയോ കാണുകയാണ് എന്നുള്ളത്. അപ്പൊ സീൻ ഇൻ ദ വീഡിയോ, ഏഹ് സീൻ ഇൻ ദ വീഡിയോ അല്ലെങ്കിൽ ലുക്കിംഗ് ദ ഇതാണോ വീഡിയോ, വീടാണോ കറക്റ്റ് ആണോ പിത? വാച്ചിങ് ദ വീഡിയോ, ഐ വാച്ച് ദി വീഡിയോ. അതന്നെ കറക്റ്റ്, അതാണ് അങ്ങനെ പറയണം കേട്ടോ ലിജിമോളെ. അല്ല, ഞാൻ പറയാത്തോണ്ടാണ് ഞാൻ വാച്ചിങ് ദ വീഡിയോ എന്ന് പറഞ്ഞേ. ഞാൻ വീഡിയോ കാണുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. വാച്ച് ദ വീഡിയോ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. വാച്ച് ദ വീഡിയോ അല്ലെ, ഐ വാച്ച് ദ വീഡിയോ അല്ലെ, ഞാൻ വീഡിയോ കാണുന്നു, ഞാൻ വീഡിയോ കാണുന്നു. ഇനി ഞാൻ വീഡിയോ കാണുകയാണെന്ന് പറയണെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ഐ നോട്ട് വാച്ചിങ് ദ വീഡിയോ. അല്ലല്ല, അതല്ല, കാണുന്നില്ല എന്നല്ലേ ലിജിമോളത്. കാണുന്നില്ല എങ്കിലാണ് ഐ ഡു നോട്ട് ചേർക്കേണ്ടത് കേട്ടോ. ഓർത്ത് വെക്കുക, ഞാൻ വീഡിയോ കാണുന്നില്ലെങ്കിൽ ഡു നോട്ട് ചേർക്കുക. ഞാൻ കാണുകയാണ് എന്നുള്ളതാണെങ്കിൽ ഐ ആം വാച്ചിങ് വീഡിയോ. വാച്ചിങ്. ഞാൻ അല്ലെങ്കിൽ അവളൊക്കെ ആണെങ്കിലോ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ എപ്പോഴും ഞാന്ന് പറഞ്ഞ അവളാണ് കാണണമെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈസും ആറിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടാ. ഓൾറെഡി കഴിഞ്ഞു പോയെങ്കില് ഞാൻ പറഞ്ഞുതരാം, കഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യണോന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒക്കെ പിടിയിട്ട് വരുന്നില്ലേ? അപ്പൊ നിങ്ങള് ഓഫ് ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്ത ആൾക്കാരെ ഞാൻ വിളിച്ചോളാം. ഇനി അടുത്ത രണ്ടുപേരും ആരാ വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്? ധൈര്യമായിട്ട് വരൂ. നിങ്ങളൊന്നും പറയില്ല, പേടിച്ചൊന്നും നിക്കണ്ട. എന്റെ മക്കളെ, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ ടീച്ചറെ വിളിച്ചോണ്ടിരിക്കുന്നത്. വാ. ആരാണ്? പറയൂ, പേര് പറയൂ. ലക്ഷ്മി. ലക്ഷ്മി വന്നു. ലക്ഷ്മിക്ക് കൂട്ടായിട്ട് ആരാ വരുന്നത്? ലക്ഷ്മിക്ക് കൂട്ടായി വരുന്നത് ആരാണ്? ആരുല്ലേ? ലക്ഷ്മി ഒറ്റയ്ക്കോ? ടീച്ചറെ വിളിച്ചോളൂ, ആരെങ്കിലും വിളിച്ചാ മതി. ആരെങ്കിലും വിളിച്ചാ മതി അല്ലേ? ഞാൻ വിളിക്കണ ആരും പറഞ്ഞില്ലാന്നേ, അതാണ് ഈ ഒരു പ്രശ്നം. അഞ്ജലി, അഞ്ജലി സി, അഞ്ജലി എവിടെ? അഞ്ജലി പാട്ടൊക്കെ പറഞ്ഞൊരു ടീം. അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി, കമോൺ അഞ്ജലി. എന്നിട്ട് പാട്ട് പാടി കൊടുത്തിട്ട് വരെ അഞ്ജലി വന്നില്ല. നെറ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന്. ഓക്കെ. അപർണ, അപർണ സി പി, അപർണ സി പി. കമോൺ. ഇനി നിങ്ങൾ അപർണയെ വീഡിയോ നോക്കി. എന്റെ അടുത്ത് കുഞ്ഞുണ്ട്, ഞാൻ ഫീഡ് ചെയ്യാന്. ഓക്കെ, പിന്നെ അപർണ അവിടെ റെസ്റ്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, അപർണയ്ക്ക് പകരം ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചോളാം. അക്ഷയ ജോസ്. അക്ഷയക്ക് നല്ല കുട്ടികളാണല്ലോ, വേഗം വരുന്ന കുട്ടികളാണ്. വേഗോട്ടെ അക്ഷയ. ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ അക്ഷയ. എവിടെ അക്ഷയ? അക്ഷയ, എത്ര നേരായ ലക്ഷ്മിയോടെ കാത്തു നിക്കണേ അല്ലേ? എത്ര നേരമായി കാത്തു നിൽക്കും ഞാൻ അക്ഷയെ. വെരി ഗുഡ്. ഇനി നിങ്ങൾ തമ്മിൽ തകർത്തോളൂ. ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കാം.
ഞാൻ ഈ പറഞ്ഞ 3 ടെൻസിൽ മാത്രം ചോദിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെ പറഞ്ഞ വാക്കന്നെ ഉപയോഗിക്കാം. കാത്തു നിൽക്കുന്നു. അതെ അതൊക്കെ ഉപയോഗിച്ചോളൂ. I am waiting. I wait. ഞാൻ നിൽക്കുന്നു, കാത്തു നിൽക്കുന്നു. എന്താ ലക്ഷ്മിക്കൊന്ന് പറയാല്ലേ? തെറ്റി കൊടുക്കണ്ട ലക്ഷ്മി. യു ആർ എ ടീച്ചർ. ഇപ്പൊ ടീച്ചറാണ്. അക്ഷയ്ക്ക് തെറ്റി കൊടുക്കണം. അക്ഷയ അപ്പൊ തന്നെ വീഡിയോ ഓൺ ചെയ്ത് പോയോ? ഇല്ല. ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ. ആ അക്ഷയ വന്നിട്ടുണ്ട്, ചോദിച്ചോളൂ. അക്ഷയനോട് എന്താന്ന് വെച്ച് ചോദിച്ചോ. മാം ഞാനാണോ മലയാളത്തിൽ പറയേണ്ടത് അതോ ഞാൻ ചോദിക്കുകയാണോ അതോ ഉത്തരം പറയണോ? എങ്ങനെ നിങ്ങളുടെ രണ്ടുപേരും ഇഷ്ടത്തിലാവാം. ഒരാൾ ചോദിക്കുന്നു, അടുത്ത ആൾ ഉത്തരം പറയുന്നു, മറ്റാൾ ചോദിക്കും, ഇയാൾക്കും പറയാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ ശരിയാണ്. ഇങ്ങനെ പറയും. എന്താണ് കേട്ടില്ല എന്നോണം അക്ഷയ. ഞാൻ കൊണ്ടിരിക്കുകയാണ്. ഞാൻ തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് അങ്ങനെ പഠിച്ചിട്ടില്ല മോനെ. തുണി കഴുകുന്നു. അക്ഷയ തുണി കഴുകുന്നു. ഓക്കെ പറഞ്ഞോളൂ. വാഷിംഗ് ഡ്രസ്. ആ വാഷിംഗ് ഡ്രസ് ആണോ? ക്ലോത്ത്സ്. നമുക്ക് പറയാട്ടോ. അവരെയാണ് ലക്ഷ്മി തിരിച്ചു കൊടുത്ത അക്ഷയക്ക്. ഞാൻ തുണി കഴുകുന്നു. ഞാൻ തുണി കഴുകുന്നു എങ്ങനെ അക്ഷയ നമ്മൾ പറയാ? I am washing clothes. ഞാൻ തുണി കഴുകുകയാണെന്ന് പറയുകയാണെങ്കിൽ ഐ ആം വാഷിംഗ് ക്ലോത്ത്സ് എന്ന് ഉപയോഗിക്കാം കേട്ടോ. അതിൽ തെറ്റില്ല. പക്ഷേ ജസ്റ്റ് എ മൊമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഞാൻ അമേരിക്കയിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ജസ്റ്റ് എ മൊമെന്റിൽ നടക്കുന്നത് കൊണ്ട് ഐ ഗോ ടു അമേരിക്ക എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? തുണി കഴുകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ആക്ഷൻ നടക്കുന്നത്? എന്നാണ് കഴുകുക അല്ലെ. ആ കഴുകുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? യെസ് വാഷ് അല്ലെ. അപ്പൊ എന്താണ്? വാഷ് ഡ്രസ്. അത്രയുള്ളൂ. ഐ വാഷ് ഡ്രസ്. ഓക്കെ അല്ലെ. ഇനി ഞാൻ തുണി കഴുകുന്നില്ല എന്ന് എങ്ങനെ പറയും? I don't Do not wash. വെരി ഗുഡ് അല്ലെ. അക്ഷയ പറഞ്ഞോ ഐ ഡോണ്ട് Washing. വാഷിക്കോ വേഗനിക്ക് വാഷിക്കോ ഇടന്ന് പറഞ്ഞ എവിടെയാ നടക്കണേ? Washing dress. ഐ ഡു നോട്ട് വാഷ് Dress. ഡ്രസ്. അവിടെ എന്ത് വേണ്ട? എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് വേണ്ടത് ആകെ ഒരു സ്ഥലത്ത് മാത്രം മതി. ഇപ്പോ ഞാനിപ്പോ പഠിപ്പിച്ചേലേ കേട്ടോ. ഇനി ഞാൻ തുണി കഴുകുകയാണെന്ന് പറയുമ്പോഴാണ് കാര്യം മാറുള്ളൂ. എന്ത് പറ്റും? ഈ പറഞ്ഞോടത്ത് ഈ ING ചേർക്കാൻ നമുക്ക് കൊണ്ടുവന്നു അല്ലെ. ഇവിടെ വാടാ ING എന്ന് പറഞ്ഞോണ്ട് അവിടെ കൊണ്ടുപോയി നിർത്താം. മനസ്സിലായി? ഞാനായതുകൊണ്ട് ഞാൻ എന്ന ഇത് വന്നത് കൊണ്ട് ആരെ കൊണ്ടുപോയിടണം അവിടെ? ആം അല്ലെ. ഈസിനെ ആറിനെ എന്ത് ചെയ്യാ? നിങ്ങൾ പോയിക്കോ, എനിക്ക് ആമിനെ മതി എന്ന് പറയാം അല്ലെ. എന്നിട്ട് ആമിനെ വിളിച്ചിട്ട് വരാം. എന്നിട്ട് ആരുടെ കൂടെ നിർത്തണം? ആരുടെ കൂടെ നിർത്തും? I am washing. I am washing. ഓക്കെ ആയോ? ഓക്കെ ആണോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ. എന്താ ലക്ഷ്മി? മനസ്സിലായി. എന്നാലും ഒരു അല്ലെ ഒരു എവിടെയൊക്കെ ഒരു മിസ്സിങ് പോലെ എനിക്ക് ആകുമ്പോക്കെ കേട്ടപ്പോ തോന്നി. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരേണ്ട വേണ്ടോ? പറഞ്ഞ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ വരെ പറയാം. അതില് വലിയ ഇതൊന്നുമില്ല. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണല്ലോ. പ്രശ്നമൊന്നുമില്ല അല്ലെ. ഓക്കെ ലക്ഷ്മി, കൺഗ്രാറ്റുലേഷൻ അക്ഷയാണ്ട് ലക്ഷ്മി. ഇനി വീഡിയോ ഓഫ് ചെയ്യിച്ചോളൂ കേട്ടോ. ഞാൻ ഫയൽ തിരയുന്നു എന്നെങ്ങനെയായിരിക്കും ആൻഡ്രൂ സോളമൻ നമ്മൾ എങ്ങനെ പറയും അല്ലെ? നമ്മൾ HR സെക്ഷനിൽ ഇരിക്കുന്നു, നമ്മളോട് ഫയൽ എടുക്കാൻ പറയുന്നു. ഞാൻ പറയുന്നത് ഞാൻ ഫയൽ തിരയുന്നു അല്ലെ. ഞാൻ തിരയുകയാണ്. എങ്ങനെ പറയും?
ഞാൻ ഫയൽ തിരയുകയാണെന്ന് എങ്ങനെ ആൻഡ്രൂ സോളമൻ? ആൻഡ്രൂ സോളമൻ, can you hear me? ആൻഡ്രൂ സോളമൻ എന്ന് വരുന്നില്ലല്ലോ വിളിച്ചിട്ട്. അർജുൻ, അർജുൻ എം മധു, तू कहाँ है? अर्जुन एम मधु, come on. അവരും വരണില്ല. മാം ഞാൻ പറയാം. യെസ്, പറഞ്ഞോളൂ. ഐ ആം ലുക്കിംഗ് ഫോർ ദി ഫയൽ. I am looking. I search. I search file. I am searching കേട്ടോ. ഞാൻ തിരയുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. I am searching കേട്ടോ. I am searching the file അല്ലെ? ഞാൻ ഫയൽ തിരയുകയാണ്. ഓക്കെ ആയോ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പഠിക്കട്ടെ. അടുത്തതും കൂടി ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ എല്ലാം കൂടെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കരുത്. എന്നും മനസ്സിലേക്ക് ഉണ്ടാവണം. ഞാൻ പോകുന്നു, വരുന്നു, ചാടുന്നു, കളിക്കുന്നു, പറയുന്നു, പാടുന്നു എന്നൊക്കെ പറയാനായിട്ട് ആ വെർബ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് അവനവന്റെ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക കേട്ടോ. എല്ലാരും മിസ്ബാ, മിസ്ന, ആ റെഡിയല്ലേ? മനസ്സിലായോ? ഞാൻ പറയണതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ആ, ഞാൻ നിന്നെ വിളിക്കുന്നു എന്ന് എങ്ങനെ പറയും? I call you. ഐ കോൾ യു അല്ലെ? ഞാൻ നിന്നെ വിളിക്കുന്നു അല്ലെ? ഞാൻ നിന്നെ വിളിക്കുകയാണെന്ന് പറയുമ്പോഴാ I am calling you. ഐ ആം കോളിംഗ് യു അല്ലെ? ഞാൻ നിന്നെ വിളിക്കുകയാണ് അല്ലെ? അപ്പൊ കാര്യം പിടി കിട്ടിയല്ലോ. ഞാൻ നിന്നെ വിളിക്കില്ല എന്ന് പറയുമ്പോഴോ? ഞാൻ നിന്നെ വിളിക്കുന്നില്ല, വിളിക്കില്ല എന്നൊക്കെ പറയുമ്പോ എന്താണ്? I can't call you. നിന്നെ വിളിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴേ ഐ കാൻ കോൾ യു അല്ലെ? നിന്നെ വിളിക്കാൻ കഴിയില്ല, ഞാൻ നിന്നെ വിളിക്കുന്നില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഐ ഡോണ്ട് കോൾ യു കേട്ടോ. കോൾ യു എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ അടുത്ത ഇതിലേക്ക് ടെൻസിലേക്കാണ് നമ്മള് പോകുന്നത്. അടുത്ത ഇതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഞാൻ പോകുന്നു എന്നും പോകുന്നില്ല എന്നും പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പോവുകയാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഇനി ഞാൻ പോയി എന്നെങ്ങനെ പറയും? പോയി, ഞാൻ പോയി. പോയി എന്ന് പറയുമ്പോ ഗോയുടെ എന്ത് വരണം? പാസ്റ്റ് ടെൻസ് വരണോ അല്ലെ? ഗോയുടെ പാസ്റ്റ് ടെൻസ് എന്താ? എല്ലാവരും മെസ്സേജ് ചെയ്തേ, എല്ലാവരും മെസ്സേജ് ചെയ്തേ. വെന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ആള് ഫിദ കറക്റ്റ്. ലക്ഷ്മി കറക്റ്റ്. ജയലക്ഷ്മി ഓക്കെ ഓക്കെ. ഷാനി വർഗീസ്, പവിത, സുനീറ, ജൂബി വർഗീസ്. ജൂബി വർഗീസ് എന്ന ലെഫ്റ്റ് നിന്നാണോ കൊടുത്ത മോനെ? വെന്റ് ആണ് കേട്ടോ. ദില്ല വെന്റ്. മിസ്ബ, ആതിര, സ്നേഹ, സഫിയ, വളറൊക്കെ വെന്റ് അല്ലേ? അപ്പോ പോയി എന്നുള്ളതിന് ഓക്കെ ലിജിമോൾ സലീഷ്. പോയി എന്നുള്ളതിന് ഉള്ള ഏക വേർഡ് ഏതാണ് നമുക്കുള്ളത്? വെന്റ് എന്നുള്ള വേർഡാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പോയി എന്ന് പറയുമ്പോഴ് ഐ വെന്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ഞാൻ പോയി, ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ ഉണ്ട് എന്നുള്ളതിന് നമ്മൾ പഠിച്ചേക്കുന്ന വേർഡ് ഏതാ? അല്ല, ഉണ്ട്. യെസ്, മിസ്ബ കറക്റ്റ് ആണ്. ഹാവ് എന്താണ് പഠിച്ചത്? എന്താണ് അതിനുള്ള വേർഡ്? എന്താ? ഹാവ് അല്ലെ? സിംഗുലർ ആണെങ്കിൽ ഹാസ് ചേർത്താൽ മതി കേട്ടോ. സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചേർക്കണം? ഹാസ് ചേർക്കണം. പ്ലൂറൽ ആണെങ്കിൽ നിങ്ങൾ ഹാവ് ചേർക്കണം കേട്ടോ. ഈ വ്യത്യാസം മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അപ്പോ എന്ത് വരും? ഐ ഹാവ്. ഈ ഹാവും ഹാസ് ഒക്കെ വരുമ്പോഴേ നമുക്ക് V3 ഉപയോഗിക്കാൻ മാത്രം പാടുള്ളൂ. അതായത് ഗോ, വെന്റ്, ഇത് വരും ഗോൺ. മിക്ക എല്ലാ V3 ഫോമിലും ONE ആയിരിക്കുള്ളൂ, ഗോൺ എന്നൊക്കെ ആയിരിക്കുള്ളൂ.
മിക്കവാറും വരിക. എല്ലാം അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കം എന്ന് പറയുമ്പോൾ കം കെയും കമ്മാണ്. അതെ. എന്താണ് ഇടി എന്ന് വെച്ചാൽ എന്തെന്നാണ് ശാലിനി? ഇടി എന്ന് വെച്ചാൽ ഇത് എന്താ ശാലിനി? ശാലിനി മാം പ്ലാറ്റ്ഫോം ഇഡി ചേർത്ത് വരുന്നത്. ഇടി ചേർക്കാം. പിന്നെ ഓയിൽ ഗോൺ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫോംസ് ഒക്കെ ആയിരിക്കുള്ളൂ. B2 അങ്ങനെ തന്നെ കേട്ടോ ശാലിനി വരിക. ഇടി ചേർത്ത് വരാറുണ്ട് കേട്ടോ ചിലതൊക്കെ കേട്ടോ B2 ഫോമില്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹാവിന്റെ കൂടെ എപ്പോഴും B3 ആയിരിക്കണം. അതായത് ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട് എന്നുള്ളത് പറയാനായിട്ട് എന്തുപയോഗിക്കാം? ഐ ഹാവ് ഗോൺ കേട്ടോ. അപ്പൊ ഞാൻ പോയി, ഞാൻ പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്? ഇതൊക്കെ പഠിച്ചു? എല്ലാവരും ഒന്ന് എഴുതി കാണിച്ച് ഏതിനെ കുറിച്ചൊക്കെ പഠിച്ചു എന്ന്. ഏതൊക്കെ ഇതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇപ്പോ? അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാ മതി. ആരെങ്കിലും ഒരാള്. ആരതി രഘു. ആരതി ഇല്ല. ആരതി ഇല്ല. അയന ഷിബു. പഠിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഏകദേശം ഓർമ്മയുണ്ടല്ലോ. ആ ഓർമ്മ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. നമ്മളെ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോ ആക്ഷൻ വേർഡ്, വെർബിന്റെ ആക്ഷൻ വേർഡ് അത് പറയണ്ട മോനെ. ഞാനിപ്പോ ഓരോ ഇത് പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതിൽ എന്തൊക്കെ പഠിച്ചു നമ്മൾ? അത് വെച്ചിട്ട് ഒരു ഇഷ്ടമുള്ള എക്സാമ്പിൾ വെച്ചിട്ട് വെർബ് വെച്ചിട്ട് പറയാം. ING വരുമ്പോ നമ്മൾ ആദ്യം പഠിച്ചതിനെ കുറിച്ചാണ് പഠിച്ചത്. ആദ്യം ഞാൻ ഉണ്ടായിരുന്നില്ല മിസ്, പിന്നീടാണ് കേറിയത് അല്ലെ. ഓക്കെ. ഇനി ആദ്യം മുതലുണ്ടായ മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അക്ഷയ, ആർഷ കെ ജയൻ. എവിടെയാ? ആർഷ എവിടെയാ? ആർഷക്കുട്ടി എവിടെയാണ്? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോളൂ. ഷിയാസോ ലിജിമോളെ. ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോ പ്രസന്റിൽ എന്ത് നമ്മൾ ഉപയോഗിക്കും, അതേപോലെ പാസ്റ്റിലും പ്രസന്റിലും ഒക്കെ എന്ത് ഉപയോഗിക്കും, അതേപോലെ ബി വരുമ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചിട്ടല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോ ഞാൻ ഉറങ്ങുന്നു അല്ലെ. കവിത കവിത ഞാൻ ഉറങ്ങുന്നു എന്ന് എങ്ങനെയാ പറയാ? I sleep. വെരി ഗുഡ് കേട്ടോ. ഞാൻ ഉറങ്ങി എന്നെങ്ങനെയാ പറയാ? അപ്പൊ നമ്മള് ഞാൻ ഉറങ്ങി. I am sleeping. ഉറങ്ങിയല്ലേ പറഞ്ഞത്? സ്ലീപ്പിന്റെ പാസ്റ്റ് എന്താ? സ്ലീപ്പ് എന്താ? സ്ലെപ്റ്റ്. ഓക്കെ. അപ്പോ ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങി. എന്താണ്? ഞാൻ ഉറങ്ങി എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വേർഡുകൾ ഉണ്ടല്ലോ ഈ B1, B2, B3 ഫോംസില്. അതൊന്ന് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു തരാം. എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ പറഞ്ഞു പഠിക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ ഇതില് ആവശ്യമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോ ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങി എന്ന് നമുക്ക് പറയാം കേട്ടോ. ഐ സ്ലെപ്റ്റ്. ഇനി ഞാൻ ഉറങ്ങിയിട്ടുണ്ട് എങ്ങനെ പറയാം? ഞാൻ പോയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതേപോലെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് എങ്ങനെ പറയും?
I am sleeping. അല്ലല്ല, ഞാൻ ഉറങ്ങുകയാണ് എന്നുള്ളതാണ് ഐ ആം സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. I have slept. I have slept ആണോ മാം? ഓക്കെ, I have slept ആണോ മാം? ഐ ഹാവ് സ്ലെപ്റ്റ് കേട്ടോ. ഓക്കെ കേട്ടോ, ഐ ഹാവ് സ്ലെപ്റ്റ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. ഐ ഹാവ് സ്ലെപ്റ്റ് കേട്ടോ. ഇനി ആർക്കെങ്കിലും ഇതിനെ കുറിച്ചൊന്ന്, ഞാൻ 11 വരെ ക്ലാസ് എടുക്കോളൂ കേട്ടോ, കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാല് നല്ല മഴയാ വരണത്. അതുകൊണ്ട് ക്ലാസ് ഇവിടെ ഞാൻ 11:30 ആവുമ്പോ ഞാൻ അവസാനിപ്പിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ് ഇല്ല കേട്ടോ. കേട്ടോ കുട്ടികളെ, കേട്ടോ. ഹെവി എന്താ മോനെ? പറഞ്ഞേ അതെ അതെ, നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സില്ല. ടീച്ചർ ഇവിടെ വരെ ഒരു 10-25 ആവുമ്പോ ടീച്ചർ നിർത്തിയേക്കാം. എന്താന്ന് വെച്ചാൽ നല്ല മഴയെ വരണം കേട്ടോ. അതുകൊണ്ട് ഞാനത് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യും. പിന്നീടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് ഇനി ക്ലാസ് ഇല്ല കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഇതും കൂടി പറഞ്ഞിട്ട് അങ്ങോട്ട് നമുക്ക് നിർത്താം കേട്ടോ. അപ്പൊ ഇനി എന്താണ്, ഞാൻ പോയി അല്ലെങ്കിൽ ഞാൻ ഫയൽ എടുത്തു എന്നെങ്ങനെ പറയും? ഫയൽ എടുത്തു. I get file. ഐ ഗെറ്റ് ഫയൽ എന്ന് വെച്ചാൽ എനിക്ക് ഫയൽ കിട്ടി. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ഫയൽ എടുത്തു. എടുക്കുക എന്നുള്ളതിന് നമ്മൾ I took the file. അപ്പൊ എന്ത് വരും? ടേക്കിന്റെ പാസസ് എന്താ? ഞാൻ ഫയൽ എടുത്തു. ഐ ടുക്ക് ഫയൽ. ഇനി ഞാൻ ഫയൽ എടുത്തിട്ടുണ്ട്. സാർ നിങ്ങൾ പറയണേ, ചോദിച്ചു, സാർ ചോദിച്ചു നിങ്ങൾ ഫയൽ എടുത്തോ? ഡു യു ടേക്ക് യുവർ ഫയൽ അല്ലേ? എന്താണ് ഫയൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഡിഡ് യു ടേക്ക് യുവർ ഫയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, എന്താണ് ഞാൻ ഫയൽ എടുത്തിട്ടുണ്ട് എന്നെങ്ങനെ പറയും? I have took the file. ഐ ഹാവ് ടേക്കൺ. എന്തുവരും? Taken the file. ഐ ഹാവ് ടേക്കൺ. ടേക്ക് ടുക്ക് ടേക്കൺ കേട്ടാ. ടേക്ക് ടുക്ക് ടേക്കൺ. അത് അവിടെയാണ് നിങ്ങൾക്കൊരു പ്രശ്നം വരിക മാത്രം. ആ V3 ഫോം ചേർക്കുന്നതിലൊരു പ്രശ്നമാണ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോ ഐ ഹാവ് ടേക്കൺ എന്ത് ഫയൽ. സർ ഐ ഹാവ് ടേക്കൺ ദാറ്റ് ഫയൽ അല്ലെ. ഞാൻ ആ ഫയൽ എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഫയൽ എടുത്തിട്ടുണ്ട്. ഐ ഹാവ് ടേക്കൺ ദാറ്റ് ഫയൽ കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പൊ ഫയൽ അല്ലെ, ഞാൻ ആ ഫയൽ എടുത്തിട്ടുണ്ട് അല്ലെ. ഇനി നിങ്ങൾ അത് മറന്നോ? നിങ്ങൾ മറന്നോ? ഫയൽ എടുക്കാൻ മറന്നോ എന്ന് ചോദിക്കുകയാണ്. സാർ ചോദിക്കുകയാണ് നിങ്ങളോട്, നിങ്ങൾ മറന്നോ? ഫയൽ എടുക്കാൻ മറന്നോ? അപ്പൊ എങ്ങനെ ചോദിക്കും? Do you remember? ഡു യു റിമെമ്പർ എന്ന് പഠിച്ചില്ലേ? അപ്പൊ ഡു യു ഫോർഗെറ്റ് അല്ലെ. ഡു യു ഫോർഗെറ്റ് ടു ടേക്ക് ദാറ്റ് അല്ലെ, എടുക്കാൻ അല്ലെ. ഡു യു ഫോർഗെറ്റ് ടു ടേക്ക് ദാറ്റ് ഫയൽ. എടുക്കാൻ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? എടുക്കാൻ അല്ലെ, തിന്നാൻ, കുടിക്കാൻ എന്നൊക്കെ ഉപയോഗിക്കുമ്പോ എന്താ ചേർക്കേണ്ടത്? എന്ത് ചേർക്കണം? ടു അല്ലെ. ടു പ്ലസ് വെർബാണ്. അപ്പോഴാണ് എടുക്കാൻ അല്ലെ. എടുക്കാൻ, തിന്നാൻ, കുടിക്കാൻ എന്നൊക്കെ ചേർക്കുക. തിന്നാൻ, കുടിക്കാൻ ഇതൊക്കെ ചേർക്കുന്നത് എപ്പോഴായിരിക്കുള്ളൂ? അതിന് മുന്നിൽ എന്ത് ചേർക്കണം? ടു ഈറ്റ് അല്ലെ, തിന്നാൻ. ടു അല്ലെ, ടു ഡ്രിങ്ക് കുടിക്കാൻ. അപ്പൊ നിങ്ങള് ഫയൽ എടുക്കാൻ മറന്നോ എന്ന് എങ്ങനെ ചോദിക്കുക? എങ്ങനെ ചോദിക്കുക? Do you forget? അവിടെ ഫോർഗോട്ട് എന്ന് പറയണ്ട. ഡു യു ഫോർഗെറ്റ് ടേക്ക് ദാറ്റ് ഫയൽ അല്ലെ ചോദിക്കണ്ടേ? നമുക്ക് നമ്മളെ സെക്ഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓഫീസേഴ്സ് മറ്റുള്ള സബോർഡിനേറ്റുകൾ ചോദിക്കണം, നിങ്ങൾ എടുക്കാൻ മറന്നോ എന്ന് ചോദിക്കണ്ടേ? വേണ്ടേ? Yes ma'am. Yes ma'am. Do you forget to take that file? നിങ്ങൾ ആ ഫയൽ എടുക്കാൻ മറന്നോ? അപ്പൊ ആ കുട്ടി എന്താ പറയാ? നോ മാഡം, നോ മാഡം. എന്താണ്? ഞാൻ എടുത്തിട്ടുണ്ട് അല്ലെ, ഞാൻ എടുത്തിട്ടുണ്ട്. I have taken that file. Taken that file. Okay? Okay ma'am. Okay. ഒരു മിനിറ്റ്, ജസ്റ്റ് a minute. എന്തെങ്കിലും സംശയമുണ്ടോ?
ഇങ്ങനെ തന്നെ പോയാ മതിയല്ലോ നമ്മൾക്ക്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് ഫേസ് ടു ഫേസ് ആയി ചെയ്യുമ്പോ ആ. നല്ലത്. അപ്പൊ നമ്മള് നേരത്തെ ഗ്രാമർ പഠിച്ചുകൊണ്ടല്ലേ നമ്മൾക്ക് ഇപ്പൊ അത് ചെയ്യാൻ പറ്റുന്നത്. അതെ അതെ. കുറച്ചൊക്കെ ഗ്രാമർ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ആ ഗ്രാമർ ഞാൻ പഠിപ്പിച്ചത് കേട്ടോ. അങ്ങനെ പഠിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, അത് ഉറപ്പാ. അതിന് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും സംശയം, ടീച്ചർ എന്തിനാ ഗ്രാമർ പഠിപ്പിക്കുന്നത്, എന്ത് കാര്യത്തിലാണ് ടീച്ചർ ഗ്രാമർ പഠിപ്പിച്ചത്, അതിന്റെ ആവശ്യമുണ്ടോ, ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിരിക്കാം. നമുക്ക് മനുഷ്യനാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ അതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ V1 V2 V3 ഒരു പ്രഭാതത്തിൽ വന്നിട്ട് ഞാൻ V1 V2 V3 ഉപയോഗിക്കൂ എന്ന് പറഞ്ഞാല് മനസ്സിലാവില്ല നിങ്ങൾക്ക്. അപ്പൊ അതിനാണ് ആ ഗ്രാമർ സെക്ഷൻ ഓൾറെഡി പഠിപ്പിച്ചത് കേട്ടോ. ഓക്കെ അപ്പൊ 1 മിനിറ്റ് കേട്ടോ മക്കളെ, ഇപ്പൊ വരാം. ജസ്റ്റ് 1 മിനിറ്റ് വെയിറ്റ്. എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ, നമ്മുടെ വെതർ കണ്ടീഷൻസ് അല്ലെ, അത് കാരണമാണ് നമുക്കിവിടെ ക്ലാസ് അവസാനിപ്പിക്കേണ്ടി വന്നത്. അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ സംസാരിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിക്കാൻ തരത്തില് എല്ലാവരും എന്ത് ചെയ്യാ, എല്ലാവരും മ്യൂട്ട് ചെയ്തേ, എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ഡിസിപ്ലിൻ പാലിക്കണ്ടേ എല്ലാവരും. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാവരും ഭാവത്തിൽ നിന്ന് സംസാരിച്ച് അത് റെഡിയാക്കാൻ മാത്രമായിക്കോളും നമുക്ക് ക്ലാസ് നന്ന ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നേരെ പോയത് നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞോ എല്ലാവരും എങ്ങനെ ക്ലാസ് എങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞോ? ആ ഒരു ഇന്ററാക്ഷൻ വന്നപ്പോ ഇല്ല, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല ഇത്ര നേരം ഞാൻ ക്ലാസ്സിൽ ഇരുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ. 11:30 ആകാൻ പോകുന്നു എന്ന് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഫീൽ ചെയ്തോ? നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് ക്ലാസ്. അപ്പോ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടാനുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. എല്ലാവരും ഓൾ ഓഫ് യു കം ഫോർവേഡ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ക്ലാസ് ഇല്ല. എല്ലാവരും എന്തായി മോനെ പറഞ്ഞു ചോദിക്കാം. നീനു ഒന്ന് മ്യൂട്ട് ചെയ്യും മോനെ, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. പറഞ്ഞു ശ്രീജ. പാട്ട് പാടി തരുമോ? എന്താണ് മോനെ? പാട്ട് പാടി തരാമോ മോനെ? ഈ നമ്മുടെ ഈ കണ്ടീഷൻ ഇത്തിരി പ്രശ്നമുള്ളതായതുകൊണ്ട് പിന്നെ പാടിത്തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. പലയിടത്തും പല നെറ്റ് ഇഷ്യൂസും പല പ്രോബ്ലംസും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നാച്ചുറൽ കലാമിറ്റീസ് ആണ് അല്ലെ. ഈ നാച്ചുറൽ കലാമിറ്റീസിന് നമ്മളിങ്ങനെ നമുക്കും ഭയം ഉണ്ടാവൂലേ. എല്ലാവരും സുരക്ഷിതമായിട്ട് അവരവരുടെ വീടുകളില് ഇരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ ശ്രദ്ധിച്ച് ഇരിക്കുക കേട്ടോ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. Yeah.